സിലിണ്ടർ സ്റ്റാർ എന്നൊക്കെ പേര് കേട്ടോ. ഇപ്പൊ ഇവിടെ വരുന്ന എനിക്ക് ഒരു കമന്റ് എന്താണ് സിലിണ്ടർ അഭിമന്യു, സിലിണ്ടർ അണ്ണൻ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ചീത്ത വിളിച്ചിട്ട് കുറെ ലവിന്റെ പടം കിട്ടി തരും, പിന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ കൈ കിട്ടിയായിരുന്നല്ലോ മോൻ തൊഴിച്ച് ഭിത്തിയിൽ വരച്ചതിന്. വേറൊരു ലേഡി ആണെങ്കിൽ ഒരു ഡോക്ടർ എന്ത് ഞാൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നേ ആ സിലിണ്ടർ തന്റെ തലമുണ്ട അടിച്ചാൽ പൊട്ടിച്ചാന് അവിടെ ഇല്ലാതായി പോയി. ഇതൊക്കെ കൊറേ ഞാൻ സ്പോയിൽ ചെയ്യില്ല, പക്ഷെ ഇന്ന സാധനം ഇനി റിയാസ്ക ആണോ അത് റിയാസ്കയുടെ ആണോ എന്നൊക്കെ കൊറേ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. സെൻസർ ചെയ്തിട്ടുള്ള പോർഷൻസ് ഇനി ഇറക്കാതിരുന്നെങ്കിലേ ഉള്ളൂ. അതിന്റെ ലോജിറ്റി വരുമ്പോൾ തന്നെ ഇറങ്ങും. ഇനി അത് എന്തോരം സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എന്തോരം കട്ട് ചെയ്ത് കളഞ്ഞെന്ന് എനിക്ക് അറിയില്ല. കംപ്ലീറ്റ് സീൻസിലും റസലിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു അല്ലെ? ഉണ്ണിച്ചേട്ടന്റെ മിക്ക ഫ്രെയിംസിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് റിയൽ ആയിട്ട് കണ്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ണിച്ചേട്ടന്റെ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് പലപ്പോഴും എന്റെ ഷട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വായം വിളിച്ച് നോക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞാൻ എന്റെ ഫ്രണ്ട്സും എന്റെ ട്രെയിനറും ഉണ്ടായിരുന്നു എന്റെ ലൊക്കേഷനിൽ. ഞാനും അങ്ങനെ എന്റെ അമ്മേ ഇങ്ങനെ എന്തായാലും കണ്ടു. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് 1.5 ദിവസം ഞാൻ വാട്ടർ കട്ടായിരുന്നു, വെള്ളം കുടിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ ഉണക്കമുന്തിരി, ഓറഞ്ച്, ഫിഗ് ഇത് മൂന്നുമായിരുന്നു കഴിച്ച് നിന്നിരുന്നത്. പക്ഷേ ഈ സിലിണ്ടറിന്റെ സംഭവമാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ലായിരുന്നു. അത് സ്പോട്ടിൽ എൻ്റെ അടുത്ത് സ്പോട്ടിലാണ് പറയുന്നത്. സ്പോട്ടിൽ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഞാനത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം നീ ചെയ്യാൻ പോവാണ് എന്ന് പറയും. അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്ത ആൾക്കാരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്ത ആൾക്കാരൊക്കെ അവരുടെ കൊച്ചുമോൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജയദേശങ്ങൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പറഞ്ഞ dialogue ഞാൻ തിരഞ്ചനോട് അഭിനയിച്ചു, ഷമ്മിയോട് അഭിനയിച്ചു, ഇപ്പൊ കൊച്ചുമോന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പോൾ അത് ആ ഒരു സംഭവം ആദ്യം കിട്ടിയത് എനിക്കാണ് എന്ന് ഇങ്ങനെ ജയദേശങ്ങൾ പറഞ്ഞിരുന്നു. നിന്റെ പരീക്ഷ എത്തിയേ അതോർത്ത് വേവലാതി വേണ്ടച്ചാ. അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളും. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റിന്റെ മുമ്പിൽ ഞാൻ ഭയങ്കര പേടിച്ച് വരച്ചിരിക്കുന്നത്. കാരണം ഈ പുള്ളി എന്തും ചെയ്യുമോ അമ്മാതിരി വില്ലത്തരാണ് ഇപ്പൊ മാർക്കോ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് കണ്ണ് പൊത്താതെ നമ്മൾ ഒരു സീനെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും പേടിച്ചിട്ട്. നമ്മൾ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിലെ കൊടൂര വില്ലൻ അഭിമന്യു. ഹലോ, സ്വാഗതം. ഗ്യാസ് കുറ്റിയൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഇവിടെ ഇല്ല, ഞങ്ങളൊരു സേഫ്റ്റിക്ക് വെച്ചു. അതെ, ഞാൻ സത്യമായിട്ടും ഞാൻ ആ പടം കണ്ടു. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്നുള്ളതുകൊണ്ട് ടിക്കറ്റ് ഒന്നും ഇല്ല. അവസാനം ലാസ്റ്റ് ഷോ നൈറ്റാണ് കണ്ടത്. ഞാൻ ഈ ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുക. ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഓക്കെ കൊള്ളാം, എന്നാലും ഭയങ്കര ഫുള്ളിങ്ങനെ എന്താ വെട്ടും കുത്തും ചോരയ്ക്കാ. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഓർഡർ ചെയ്ത് ഫുഡൊന്നും ഞാൻ അത് കഴിച്ചു പോലും നോക്കിയില്ല. എനിക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല, അത്ര വയലൻസ് ആയിരുന്നു. ചില സീനിലേക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു ഇതാ. കാരണം ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ സിനിമ കാണുമ്പോൾ നമുക്ക് ആ വില്ലനോട് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ നമ്മളത് മറക്കും. പക്ഷെ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കണ്ടിന്യൂസ് കിടന്നത് എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി മാർക്കോ കണ്ടിട്ട് റസലിനെ കണ്ടപ്പോഴായിരുന്നു. പക്ഷെ ഈ റിയലിന് ഭയങ്കര പാവാന്ന് തോന്നുന്നു കേട്ടോ. ക്രൂരതയൊന്നും ഇല്ലായിരിക്കും അല്ലേ? എങ്ങനെ പോകുന്നു ഫസ്റ്റ് പടം? ഇത്രയും ഹിറ്റ്, ഇത്രയും ആൾക്കാര് ഫുൾ ബിസിയാണ്, ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത്. കുറച്ച് ഓട്ടോ ആയിരുന്നു ഞാൻ. സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായതിലും അതിന്റെ സക്സസിന്റെ അത്രയും ഒരാൾ ഞാനും കൂടെ ആണെന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. ആ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു കുറെ സ്ഥലത്ത് പറഞ്ഞ് മടുത്തിട്ടുണ്ടാവല്ലേ? എന്നാലും ആദ്യം അറിയില്ലായിരുന്നോ ഇത്രയും ക്രൂരത കാണിക്കണമെന്ന്? ഓഫ് കോഴ്സ് ഒരു സൈക്കോ വില്ലനാന്നുള്ള കാര്യം ഹനീഫ് സാറിന്റെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ സിലിണ്ടറിന്റെ സംഭവമാണെങ്കിൽ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് അറിയില്ലായിരുന്നു. അത് സ്പോട്ടിൽ എൻ്റെ അടുത്ത് സ്പോട്ടിലാണ് പറയുന്നത്. സ്പോട്ടിൽ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഞാനത് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം നീ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നത്. അതിന് മുന്നേ വേറെ കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇതോടെ കേട്ടപ്പോഴത്തേക്ക് ഓക്കെ ചെയ്യാം, എനിക്ക് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ചെയ്യാം. ഓഫ് കോഴ്സ് അത് ആളുകളുടെ ഇടയിൽ എത്തും. പക്ഷെ എനിക്ക് പേടി വെച്ചാൽ സെൻസറായി പോകുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഈ രാവിലെ 9 മണിക്ക് ഷോ കണ്ട സുഹൃത്തുക്കൾ ഫസ്റ്റ് ചോദിച്ചതാ, അതായത് സെൻസറായി പോയോ എന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. ഇല്ലില്ല, അതുകൊണ്ട് ഫേസ് ബ്ലർ ചെയ്തോ? ഇല്ല, ഒന്നുമില്ല. ഇടിച്ച് പൊളിക്കുന്നത് അച്ചാറ് വരുവാക്കുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അടിച്ച് അച്ചാറായി കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ്. വളരെ വായിക്കാനൊക്കെ കമന്റുകൾ.
കൊറേ റീൽസ് വന്നിട്ടുണ്ട്, അതായത് കുട്ടികളോട് ഇത്രയും സ്നേഹമുള്ളൊരു ക്യാരക്ടർ. അതെ, റയാനും ഞാനും തമ്മിലുള്ള ബന്ധം, ഈ ഫിലിമിലെ കെമിസ്ട്രി, ഇവരുടെ ബോണ്ട് നല്ല രസമാണ്. ഒരു സിലിണ്ടർ ബന്ധമാണ്. അതെ, എന്നിട്ട് പാട്ടിന് കണ്ണീരൊന്നും വേണ്ട. പക്ഷെ രസമായിരുന്നു, ട്രോൾ വായിക്കുമ്പോ രസമായിരുന്നു. പക്ഷെ ആ സീൻ അത്ര. നിങ്ങൾ വീട്ടിലെ കുട്ടികൾ എന്തായിരുന്നു പറഞ്ഞതും? ഫാമിലിയില് കുട്ടികളൊക്കെ അവരാരും കണ്ടിട്ടില്ല. അല്ലേ? എന്റെ അറിവിൽ എന്റെ ഫാമിലിയിലെ കുട്ടികളാരും കണ്ടിട്ടില്ല. കസിൻസും എല്ലാവരും അവരൊക്കെ കണ്ടു. അമ്മയുടെ സൈഡ്, അച്ഛൻ്റെ സൈഡിൽ നിന്നുള്ള ഒരുപാട് പേര് കണ്ടു. എല്ലാവരും കൊള്ളാന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ ആണല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഫിലിം ഫാമിലിന്നാ വരുന്നത് അല്ലേ? അച്ഛൻ, കൊച്ചച്ഛൻ എല്ലാവരും ഫിലിമിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സ്റ്റാർസ് ആണ്. അപ്പം ചേട്ടന്റെ ഈ ഒരു എൻട്രി കുറച്ച് ലേറ്റ് ആയതുപോലെ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റ് ടൈം അങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്? ലേറ്റ് ആയതുപോലെ ഇല്ല, ഞാൻ നോക്കിയത് എപ്പോഴും ഒരു നല്ലൊരു എൻട്രി വേണമെന്ന് എനിക്ക് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഇതിന് മുന്നേ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വന്നിരുന്നെങ്കിലും അതെല്ലാം ഈ പറയുന്ന പോലെ പഠിക്കുന്ന സമയമായിട്ട് വീട്ടുകാർ തന്നെ പലതും ഒഴിവാക്കി വിട്ടു. പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ വന്ന സ്ക്രിപ്റ്റുകളും ഒരുപാട് ഓഫേഴ്സ് അത് കഴിഞ്ഞപ്പോഴും വന്നിരുന്നു, പഠിത്തം കഴിഞ്ഞപ്പോഴും വന്നിരുന്നു. അന്നേരം ഈ പറയുന്ന പോലെ ചിലതൊക്കെ വായിച്ചു, ചിലതൊന്നും നടക്കാതെ പോയി, അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ, ഹനീഫ് സാറും ഷരീഫിക്കയും ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് ഞാൻ അതിനകത്ത് ഒരു എനിക്ക് നോ എന്നല്ല, ഒരു യാതൊരു ഹെസിറ്റേഷൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ലൈക്ക് അപ്പോഴേ ഞാൻ ഓക്കെ, പ്രത്യേകിച്ച് വില്ലനല്ല, വെറൊരു വില്ലനല്ല, ഒരു സൈക്കോ വില്ലൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണ്ട്. സൈക്കോ എന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്നാ സൈക്കോ തരം അത്ര ഇഷ്ടമാണോ? അല്ല, സൈക്കോ തരം കാണിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഈ ശ്രദ്ധ നേടുന്നത്. അതാണ് ഈ പടത്തിലെ ഒരു കറക്റ്റ് ശ്രദ്ധ നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ മനസ്സിലത് വന്ന കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സൈക്കോട്ടിക് വില്ലൻ ചെയ്തപ്പോഴാണല്ലേ നിങ്ങൾക്കത്, നിങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്താൻ കാരണം അത് തന്നെയാണ്. വല്ലാത്തൊരു വില്ലൻ കേട്ടോ അത്. ശരിക്കും അത് ഫിലിം ചെയ്തല്ലോ, കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോഴും മനസ്സിൽ ഹോണ്ട് ചെയ്ത ഏതെങ്കിലും സീൻസ് ഉണ്ടോ? കാരണം അമ്മാതിരി ക്രൂരതയൊക്കെ ഇല്ലേ? അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക്. ബേസിക്കലി ഒരു സീനുണ്ടല്ലോ, ഒരു പെൺകുട്ടിയുടെ മുടി പിടിച്ച് താഴോട്ട് വലിച്ചെറിയുന്നത്. അപ്പോൾ എനിക്ക് മുടി പിടിച്ച് വലിക്കാനൊക്കെ എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മുടി പിടിച്ച് വലിക്കാനൊക്കെ കുറച്ച് പേടിയും ഒരു പേടിയല്ല, ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്തല്ലേ പറ്റും നമ്മൾ. ഹനീഫ് സാറിന്റെ മനസ്സിലുള്ള ആ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സാധനം ഞാൻ നിങ്ങളിൽ കാണിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് അല്ല ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ചെയ്ത് കൊള്ളാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്നെ ആ ചെയ്യിപ്പിച്ച ഹനീഫ് സാറ് തന്നെയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ അദ്ദേഹത്തെ കൊടുക്കത്തുള്ളൂ. എങ്ങനെയായിരുന്നു ഈ ഒരു മാർക്കോ അല്ലെങ്കിൽ ഒരു റസൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് എത്തിയത്? അതെന്നെ ഉണ്ണിച്ചേട്ടൻ ഒരു ദിവസം കോൺടാക്ട് ചെയ്തു, വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ ഹായ് അഭിമന്യു, ദിസ് ഉണ്ണി മുകുന്ദൻ, ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. ഞാൻ ചേട്ടനെ വിളിച്ചു, ഹനീഫ് സാറിനെ ഞാൻ വിളിച്ചു. പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ കൊച്ചിയിൽ വന്നു. പുള്ളിയായിട്ട് ഒരു മീറ്റിംഗ് നടത്തി, കണ്ടു. പുള്ളി ആദ്യം എന്നെ മൊത്തം ഒന്ന് സ്കാൻ ചെയ്തു, ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കി. പുള്ളി ഇങ്ങനെ ഇരുന്ന് മൊത്തം ഒന്ന് നോക്കി. അതിനുശേഷം സ്റ്റോറിയുടെ ബേസിക് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരിക. ലുലുവില് പിസ്സ ഹട്ടി ഇരുന്നിട്ടാണ് മാർക്കോയുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. ലുലു പിസ്സ ഹട്ടി ഇരുന്നിട്ട് മാർക്കോയുടെ കഥ എൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞു, ഇപ്പോൾ കുറച്ച് കവിളുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ള കുറച്ചുകൂടെ കവിളുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വണ്ണം ഒന്ന് കുറച്ച് കുറയ്ക്കണം, കവിൾ കുറച്ചുകൂടെ ഒന്ന് ഒരു ചബിനസിരിക്കുന്നത് പറ്റത്തില്ലല്ലോ, കുറച്ചുകൂടെ ഒരു മാൻലി ആ ഒരു ഫേസ് വരുമ്പോൾ ആണ് ഉണ്ണിച്ചേട്ടനല്ലേ നായകൻ വരുന്നത്. ഉണ്ണിച്ചേട്ടൻ അത്രയും ഒരു ഫിസിക്കുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറച്ചെങ്കിലും വേണ്ടേ? ഉണ്ണിച്ചേട്ടൻ ഒരു അടിയെ കിട്ടുമ്പോഴത്തേക്ക് കൊണ്ട് ആ അടി ഏക്കാനുള്ള ശരീരം വേണ്ടേ? അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് അതിൻ്റെ ട്രെയിനിങ്ങും പിന്നെ അതിൻ്റെ കൊണ്ടാണ് പുള്ളി പറഞ്ഞത് കുറച്ചൊന്ന് ഷേപ്പ് ആവണം, ഒന്ന് ടോൺഡ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്, ട്രെയിനിങ്ങും ബാക്കിയുള്ള സംഭവമൊക്കെ ചെയ്തു. ഇതിൽ ശരിക്കും ഭയങ്കര ഒരു ഷോ ആണ്. ഇപ്പം ഉണ്ണിച്ചേട്ടനാണെങ്കിലും അഭിമന്യു ചേട്ടനാണെങ്കിലും ആര് സ്ക്രീനിൽ വന്നാലും ഇപ്പം സാധാരണ ആര് നോക്കണം, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഈ കാറിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു ട്രീറ്റ് ആണ്. ഡിഫൻഡറിന്റെ ഷോയാണ് അതില്. കാരണം എനിക്കൊന്നും ഓരോ കാറിന് വരെ ഓരോ സീനുണ്ടല്ലോ, ഓരോ ഫ്രെയിംസ് ഉണ്ട്. മൊത്തം എത്ര കാറുകൾ ഉണ്ടായിരുന്നു? ഫുൾ ലക്ഷറി കാറുകൾ. പ്രൊഡ്യൂസറിന്റെ ആണെന്ന് കേട്ടുമല്ലോ. അതെ, G-Wagon ഉണ്ടായിരുന്നു, ഉണ്ണിച്ചേട്ടന്റെ ഡിഫൻഡറാണ് ഞാൻ എൻ്റെ വണ്ടിയായിട്ട് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഷെറീഫിക്കയുടെ ഡിഫൻഡറാണ് ഉണ്ണിച്ചേട്ടന്റെ വണ്ടിയായിട്ട്, മാർക്കോയുടെ വണ്ടിയായിട്ട് യൂസ് ചെയ്തത്. പിന്നെ ഒരു G-Wagon ഉണ്ടായിരുന്നു. പിന്നെ മറ്റു ഡിഫൻഡറുകളുണ്ട്. പിന്നെ കുറെ താറുകളുണ്ടായിരുന്നു. 7-8-9 വണ്ടികളുണ്ടായിരുന്നു.
ഇത് എനിക്കറിയില്ല. ഇല്ല, ഓക്കെ. പക്ഷെ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട വേറെ പോസ്റ്ററുകളായിരുന്നു കാറുകളെ കുറിച്ചിട്ട്. കാറിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഗംഭീര ട്രീറ്റ് ആയിരുന്നു മാർക്കോ എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഈ ഒരു റസൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ചെയ്ത പ്രിപ്പറേഷൻ? ഇപ്പോൾ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഡയറ്റ്, എക്സസൈസ്? മെന്റലി എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത്, കാരണം അത് ഞാൻ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അച്ഛനെ അപ്പൂപ്പനായിട്ട് വെച്ച് കമ്പയർ ചെയ്യുന്നുള്ളൊരു പേടി തന്നെയായിരുന്നു എനിക്ക്. കാരണം അവരോടത്ത് പേടിയില്ലായിരുന്നു, ക്യാരക്ടർ ചെയ്യാനുള്ള പേടി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്തായാലും ചെയ്തല്ലേ പറ്റൂ, ഈ ക്യാരക്ടർ കൊണ്ട് നിന്നാൽ പേടിച്ചിട്ട് കാര്യമില്ല, ചെയ്തേ പറ്റൂ. അപ്പോൾ ചെയ്യുമെന്നുള്ള ഒറ്റ ഓപ്ഷൻ തന്നെ. പക്ഷേ എൻ്റെ പേടി എൻ്റെ അഭിനയത്തെ അവരുടെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യുമോ, എൻ്റെ അഭിനയം അവരുടെ അത്രയും വരുമോ? കാരണം അവർ ആ ലെവലിൽ ചെയ്ത് വെച്ചേക്കുന്ന മനുഷ്യർ ഞാൻ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും എനിക്ക് പേടിയായിരുന്നു. ഞാനിങ്ങനെ കാണാനായിരുന്നു ഇരുന്നിരുന്നത്, എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ ആൾ കൈയടിച്ചപ്പോഴത്തേക്കും അതിന് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഞാൻ ശരിക്കും അവിടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഞാൻ. പിന്നെ ഫിസിക്കലി ഈ പറയുന്ന പോലെ ട്രെയിനിങ്ങും ഡയറ്റും അതായിരുന്നു ശരിക്കും, അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മെൻ്റലി എന്നെ കുറച്ച് സ്ട്രെസ് വരുത്തിയത്. കാരണം ഞാൻ നല്ലൊരു ഫുഡ് കിട്ടുന്നൊക്കെ വരയ്ക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഫുഡൊന്നും ഇല്ല, ഒരു ദിവസം 30 ഒക്കെ വെച്ച് ചോറില്ല, റൈസില്ല, പിന്നെ ഈ പറയുന്ന പോലെ ചിക്കൻ മാത്രം, 3 നേരം ചിക്കൻ, അങ്ങനത്തെ ഡയറ്റൊക്കെ ആയപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെയാണ് ഇതിന് വേണ്ടി ചെയ്തത്. അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മെന്റലി ഒന്ന് അനുഭവിച്ചത് ഈ ഫുഡിന്റെ കാര്യത്തിൽ. എന്തായിരുന്നു ഫാമിലി, ഇപ്പൊ ഫാമിലി ഒക്കെ കണ്ടല്ലോ സിനിമ, അപ്പൊ അമ്മയുടെയും അച്ഛന്റെയും കൊച്ചച്ഛന്റെ ഒക്കെ ഒരു റെസ്പോൺസ് എന്തൊക്കെയായിരുന്നു? കൊച്ചച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ഇന്നലെ വിളിച്ചപ്പോൾ പോലും പുള്ളി കണ്ടിട്ടില്ലായിരുന്നു, കാണാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അച്ഛൻ കണ്ടാലും അങ്ങനെ കൊള്ളാം എന്ന് പറയുന്നില്ല. അതിനകത്തുള്ള എനിക്കത് പറഞ്ഞ് കൊള്ളാം എന്നുള്ളത് പറയുന്നതിനേക്കാളും കൂടുതലും അതിലുള്ള മിസ്റ്റേക്കുകൾ പറയുന്നതൊക്കെയാണ് എനിക്ക് ആഗ്രഹം. കാരണം അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമല്ലോ അടുത്ത ഒരു സംഭവം ചെയ്യുമ്പോൾ എന്തൊക്കെ അതിനകത്ത്. ഞാനായിട്ട് കുറെ മിസ്റ്റേക്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ണിൽ അതിലേറെ ഒരു പക്ഷെ പെടുമല്ലോ. അതുകൂടെ കിട്ടിയാൽ അത്ര നല്ലതല്ലേ, എനിക്ക് അടുത്തതിനകത്ത് എനിക്കിത് മേക്കപ്പ് ചെയ്യാമല്ലോ. അതേ ഉള്ളു. അമ്മ സത്യം പറഞ്ഞ പടം എൻജോയ് ചെയ്തിട്ടില്ല. അമ്മ ഇന്നോ നാളെയും കൊണ്ട് ഒന്നുകൂടെ അപ്പുറത്തെ ചേച്ചിമാരോട് ഒന്നുകൂടെ കാണാൻ പോകണമെന്ന് പറയുന്നുണ്ട്. കാരണം അമ്മ ആദ്യം കാണുമ്പോൾ പടം എൻജോയ് ചെയ്യുമല്ലായിരുന്നു. അമ്മ ആദ്യം കാണുമ്പോൾ ഈ പറയുന്ന പോലെ ഫുൾ ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ട്, എൻ്റെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അമ്മ മുഴുവൻ. അല്ലാതെ അമ്മ പറഞ്ഞു ഞാൻ പടം ഒന്നും എൻജോയ് ചെയ്തില്ല, നീ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഓക്കെ ആയിരുന്നു, നന്നായിട്ട് ചെയ്തു എന്നുള്ളത് മാത്രമാണ് അമ്മ അവിടെ നോക്കിയത്. നമ്മളിപ്പം മാർക്കോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് കംപ്ലീറ്റ്ലി വയലൻസ് ഉള്ള മൂവിയാണ്, കുട്ടികളൊക്കെ ഇട്ട് വന്നാൽ എന്താ ടിക്കറ്റ് റീഫണ്ട് ചെയ്യണമെന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കില്ല് അതുപോലെ ആനിമൽ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അത് കണ്ട പ്രേക്ഷകരൊക്കെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും മലയാളത്തിൽ ഇതുപോലത്തെ ഒരു കിടിലൻ സാധനം വന്നെങ്കിൽ എന്നൊക്കെ. പക്ഷെ അതുക്കും മേലെ നിൽക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു മാർക്കോ. ഓൾ ഇന്ത്യൻ ലെവലിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ചുകൂടി കഴിയുമ്പോ എന്തെങ്കിലും സീൻസ് ഒക്കെ കട്ട് ചെയ്യുന്നൊക്കെ പേടിയുണ്ടോ? ഇനിയോ സെൻസർ ഇനി സെൻസർ ചെയ്തൊന്നുമില്ല. ഉള്ളതിനെ ഇനി ഇപ്പൊ ആസറിനെ ഇപ്പൊ ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി അതിനെ സെൻസർ ചെയ്യാനൊന്നുമില്ല. സെൻസർ ചെയ്തിട്ടുള്ള പോർഷൻസ് ഇനി ഇറക്കാതിരുന്നെങ്കിലേ ഉള്ളൂ. അതെന്തായാലും OTT വരുമ്പോൾ അതെല്ലാം ഇറങ്ങും. ഇനി അത് എന്തോരം സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി പ്രൊഡക്ഷൻ എന്തോരം കട്ട് ചെയ്ത് കളഞ്ഞൊന്നും എനിക്കറിയില്ല. എന്തായാലും അതെ OTT വരുമ്പോൾ കുറെ കൂടെ എന്തായാലും ഉണ്ടാവും, കുറച്ചുകൂടെ ഉണ്ടാവും, കുറച്ചുകൂടെ ആ ഒരു വയലൻസ്, ആ ഒരു ബ്ലഡ് ഫീൽ കുറച്ചുകൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു റിയാസ്കയുടെ സീൻസ് ഒക്കെ OTT-ലാണ് വരുന്നതെന്ന് പറഞ്ഞു. അതും കുറെ കട്ടായിട്ടുണ്ടെന്ന്. അപ്പം കുറെ ഞാൻ സ്പോയിൽ ചെയ്യില്ല, പക്ഷെ ഇന്ന സാധനം ഇനി റിയാസ്ക ആണോ അത് റിയാസ്കയുടെ ആണോ എന്നൊക്കെ കുറെ ആൾക്കാർ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ അതെനിക്കറിയില്ല, കാരണം റിയാസ്കയും ഞാനും തമ്മിലുള്ള ഒരു സീൻസും ഇല്ലായിരുന്നു. ഞാൻ റിയാസ്കയെ കാണുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഷൂട്ട് കഴിഞ്ഞ് പുള്ളി ഡ്രസ്സൊക്കെ മാറി ക്യാരവനിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറുക. അന്നേരം കണ്ടുപിടി ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിലെ കണ്ടതാ. കണ്ടപ്പോഴത്തേക്ക് ഞാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന്, മോനെ നീ ഇത്രയും വലുതായോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്ന്. അതെ, അപ്പം പുള്ളിയുടെ സീൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു ഷൂട്ട് ചെയ്തെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ തല ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് എനിക്ക് പറയുള്ളൂ. ഉള്ളത് പറഞ്ഞോ, അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ. എന്താ ഇപ്പൊ എനിക്ക് തോന്നുന്നു അഭിമന്യു ആണ് റിയാലിനെയും ഇപ്പം റസലായിട്ട് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ എന്താണ് പുറത്ത് ഇറങ്ങിയതിനു ശേഷം പബ്ലിക്കിൽ നിന്ന് വരുന്ന ആ ഒരു റെസ്പോൺസ് ഒക്കെ? ഞാൻ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരാളാണ്, മിക്കപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന ഒരാളാണ്. ഇൻട്രോവേർട്ട് ആണ് ഞാൻ, നല്ല ഇൻട്രോവേർട്ട് തന്നെയാണ്. പിന്നെ തിയേറ്ററിൽ 1-2 എണ്ണത്തിൽ ഞാൻ പോയിരുന്നു. അന്നേരം
പിന്നെ പലർക്കും എന്നെ മനസ്സിലായി, കാരണം സിനിമയിലുള്ള ഒരു രൂപമല്ല, കുറച്ചുകൂടെ മുടി വളർന്നു, താടി കുറച്ച് വെട്ടി, മീശ കുറച്ച് ട്രിം ചെയ്തു. അപ്പോഴത്തേക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. കുറച്ച് കട്ടത്താടി കുറച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നെ ആൾക്ക് മനസ്സിലായേനെ. അപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ അങ്ങ് നൈസായിട്ട് പോകുന്നുള്ളതേ ഉള്ളൂ. അത് തിയേറ്ററിൽ ആ ഫിലിമിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഭീകരനാണ്. ചില ഇങ്ങനെ ചിരിച്ച് മറ്റേ ചോരയിൽ കുളിച്ചിട്ട് ഫസ്റ്റ് ഫൈറ്റില്ലേ മറ്റാളുടെ കൈ, ആ ടൈമിലൊക്കെ ഉള്ള ഒരു ചിരിയൊക്കെ ജഗദീഷ് ഏട്ടൻ്റെ കോളുണ്ട്, ഇങ്ങനെ നോക്കുന്നേ ആ വ്യക്തിയല്ല, ഇവിടെ ഇരിക്കുമ്പോ കുറച്ച് ക്യൂട്ട് കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. മറ്റേ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു ഭീകര ലുക്കാണ്. അതാ പറഞ്ഞത്, അത് ഹനീഫ് സാർ ഉണ്ടാക്കിയ കഥാപാത്രത്തെ മേക്കപ്പ് മാൻ സുധിച്ചേട്ടൻ എന്റെ മോഹം അതുപോലെ ആക്കിയെടുത്തു. കോസ്റ്റ്യൂമർ തന്നെ ചേച്ചിയും ടീമും ആ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് അതിന്റെ ഒരു ഇതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചേ ഉള്ളൂ. എല്ലാ ക്രെഡിറ്റ്സും ഇവർക്കൊക്കെ തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ളത്. എന്നെ അങ്ങനെ ആക്കിയതിൽ ഹനീഫ് സാറിനോടും മേക്കമാൻ സുധിച്ചേട്ടൻ്റെ കമ്പനിയും സുധാനി ചേച്ചിയും അവരുടെ ടീമിനോട് തന്നെയാണ് ആ ക്രെഡിറ്റ്സ് എനിക്ക് കൊടുക്കാനുള്ളത്. ഞാനത് നിങ്ങളുടെ മുമ്പിൽ അത് അവരുടെ ഹനീഫ് സാറിന്റെ കഥ മനസ്സിലുണ്ടായിരുന്ന ആ ഒരാളെ ഞാൻ കാണിച്ചു തന്നു. നമ്മളിപ്പോ നോർമലി ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഓൺ ഡബ് ചെയ്യുന്നത് ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. ഇപ്പം ഒരു ആക്ടറിന്റെ ആക്ടിങ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ആളുടെ സൗണ്ടും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതും ഒരു ലുക്കിനനുസരിച്ചുള്ള സൗണ്ട് കിട്ടുന്നത് ഭയങ്കര ലക്കാണ്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് കിളി സൗണ്ട് ആയിപ്പോയി. ആ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ വരുന്നത് എന്റെ സൗണ്ടിനാണ്, വാ തുറന്നാ പോയി എന്ന് പറയാം. പക്ഷേ ചേട്ടനെ സംബന്ധിച്ച് എനിക്കറിയാം ഡബിങ്ങിന്റെ ഒക്കെ തലതൊട്ട് അപ്പന്മാരാണ് പുറകിലുള്ളത്. അപ്പം ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ഡബ് ചെയ്തതെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ട പ്രേക്ഷകരൊക്കെ കംപ്ലീറ്റ്ലി സെറ്റാണ്. എന്താ അങ്ങനെ ഫീൽ ചെയ്തത്? എന്താ എനിക്കിത് കണ്ടിട്ട് ഒരുപാട് ബെറ്റർ ആക്കാൻ തോന്നി. പലയിടത്തും ഈ സൗണ്ടിന്റെ ഗാംഭീര്യം മാത്രമല്ലല്ലോ എല്ലാത്തിലും ഉള്ളത്. എനിക്കത് ആ ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. പലയിടത്തും ഇങ്ങനെ എടുത്തിട്ടാണൊക്കെ എനിക്ക് പലയിടത്തും തോന്നി. പലയിടത്തും കൂടുതലും എനിക്ക് പലയിടത്തും കിട്ടാനൊക്കെ തോന്നി. പക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷെ കുഴപ്പം തോന്നിയില്ലായിരിക്കാം, അതെന്തോ എനിക്കറിയില്ല. പക്ഷെ എനിക്കത് പലയിടത്തും കുറച്ചുകൂടെ ഒരുപാട് ബെറ്റർ ആക്കിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടർ സൂപ്പർ ആയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിലിപ്പം ആക്ടിംഗ് വൈസ് ഞാൻ പറഞ്ഞ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടീമിന് കാണുമ്പോൾ ഓക്കെ ആയിരിക്കാം, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയ സൂപ്പർ ആയിരുന്നു. ഓക്കെ. ഇപ്പം ആക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഡയലോഗ് ഡെലിവറീസ് ഉണ്ട്, ആക്ടിങ് ഉണ്ടല്ലോ, പിന്നെ ഡബിങ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തെന്തായിരുന്നു? തീർച്ചയായും ഡബിങ് തന്നെയാണ്. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഡേ നിന്നിങ്ങനെ ഒരു കരയുന്നൊരു അവസ്ഥ വരെ ഉണ്ട്. ഇത് ഇത്ര ഫ്ലോപ്പാണോ ഞാൻ എന്ന് പറഞ്ഞൊരു മാനസിക മെന്റലി മൈൻഡ് ചിന്തിച്ചു, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചിന്തിച്ചു. എന്നിട്ട് അവസാനം ഫസ്റ്റ് ഡേ ഹനീഫ് സാർ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റും. ഫസ്റ്റ് ഡേ പിന്നെ അത് കഴിഞ്ഞ് സമയം കഴിഞ്ഞ് പിന്നെ എന്നെ തിരിച്ച് ഞാൻ ഹോട്ടലിലോട്ട് പോയി. സെക്കൻഡ് ഡേ വന്നപ്പോൾ എനിക്ക് വീണ്ടും ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ പിന്നെ വീണ്ടും വന്ന് കുറച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഓക്കെ ആയി വരുന്നുണ്ട്. എങ്ങനെ സ്വന്തം അറിയാതെ ഓക്കെ ആയി വന്നു. അങ്ങനെ സഹോദര കൊള്ളാം എന്നിട്ട് ചെയ്തു. അപ്പൊ എനിക്കൊരു ചെയ്തു കേട്ട് നോക്കുമ്പോൾ എനിക്ക് തന്നെ കൊള്ളാമല്ലോ എനിക്ക് തന്നെ തോന്നി. പിന്നെ തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് പിന്നെ നന്നായിട്ട് സ്മൂത്തായിട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് പറ്റിയത്. പക്ഷെ ഞാൻ സിനിമയിൽ ഫുൾ ഫൈനൽ കട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം കൊല്ലത്ത് സ്വന്തം നാട്ടില് ഫാമിലിന്റെ കൂടെ നാട്ടുകാരുടെ കൂടെയൊക്കെ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തിയേറ്റർ വിസിറ്റിന്റെ വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീൽ എന്തായിരുന്നു ആ ഒരു മൊമെന്റില്? അന്നേരം ഈ പലർക്കും മനസ്സിലായില്ല. ഞാൻ അച്ഛനെല്ലാവരും കണ്ടിരുന്നു, അച്ഛനിപ്പുറത്തിരിക്കുന്നു, അച്ഛനെ ഞങ്ങൾ ഏറ്റവും ബാക്കിലായിരുന്നു, അച്ഛനെല്ലാവരും കണ്ടിരുന്നു. പക്ഷെ ഞാനാണ് ഇതെന്നുള്ള ഒരു ബന്ധമില്ല. ഞാനൊരു മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടാണ് പോയത്. അപ്പോൾ ആളുകൾ ഓരോട് ചോദിച്ചു നിങ്ങളിതിൽ ഏത് കഥാപാത്രമാണ്? അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പുറത്തിരുന്നത് ഈ പയ്യൻ ഇത് ഏത് റോളാണ് ചെയ്തതെന്നിങ്ങനെ അവനോട് ചോദിച്ചു രഹസ്യമായിട്ട്. അപ്പോൾ അവനിങ്ങനെ ആ വില്ലൻ തന്നെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ തിയേറ്ററിൽ വെച്ച് 1-2 പേര് ഉറക്കെ ചോദിച്ചു നിങ്ങൾ ഏത് കഥാപാത്രമാണ് ചെയ്തതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞു ഇതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലായത്. കാരണം എൻ്റെ ആ രൂപമല്ല, കുറച്ചുകൂടെ വണ്ണം വെച്ച് കുറച്ചുകൂടെ താടിയും വിഷയെടുത്ത് കളഞ്ഞ് മുടിയും വളർന്നപ്പോഴത്തേക്ക് മാറി. ഇപ്പൊ മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇപ്പം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ആളുടെ എഫേർട്സ് ആണെങ്കിലും ഇപ്പം ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ വാ വിളിച്ചിരുന്ന് കണ്ടുപോകും. അപ്പോൾ അത് റിയൽ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് സീൻസിലും
റസലിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു അല്ലെ, ഉണ്ണിച്ചേട്ടന്റെ മിക്ക ഫ്രെയിംസിലും ഉണ്ടായിരുന്നു. അപ്പൊ അത് റിയൽ ആയിട്ട് കണ്ടപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ണിച്ചേട്ടന്റെ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളും അത് ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ പലപ്പോഴും അസൂയപ്പെട്ടിട്ടുണ്ട്, എൻ്റെ അമ്മ ഈ മനുഷ്യൻ ഇങ്ങനെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്. ഞാൻ ഇത്രയും ഉണ്ണിച്ചേട്ടൻ എത്രയും വർഷമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ പലതും ഞാൻ പലപ്പോഴും ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് ഞാൻ വിളിച്ച് കഴിക്കും. ഉണ്ണിച്ചേട്ടൻ കഴിക്കത്തില്ല. ഡയറ്റ് സ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ പക്ക സ്ട്രിക്ട് സാധനമാണ്. കഴിക്കില്ലെന്നേ കഴിക്കത്തില്ല. അതിപ്പോൾ ഒരുപാട് ബർത്ത്ഡേസും കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കേക്ക് മുറിക്കൽ വന്നാൽ അപ്പോഴേ ഞാൻ പറഞ്ഞെടുത്ത് കഴിക്കും. ഉണ്ണിച്ചേട്ടൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കത്തില്ല. ആ മനസ്സിനെ ആ ഒരു അവിടാണല്ലോ ഒരാൾ വരുന്നത്. നമ്മളൊരു കാര്യം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, അവിടെയാണ് വിജയം വരുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ഫൈറ്റ് ആണെങ്കിൽ പോലും ശരീരം അവസാനത്തെ ക്ലൈമാക്സിന് വേണ്ടി ശരീരം കുറച്ചുകൂടെ നന്നായിട്ട് ആ ഷേപ്പൊക്കെ ചെയ്ത് ടോൺ ചെയ്ത് കുറച്ചുകൂടെ സൂപ്പർ ആക്കിയായിരുന്നു. ദുബായിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് കിട്ടില്ലോ ആക്കിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ആ ശരീരമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും എൻ്റെ ഷട്ടക്കുരി നിന്നപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് വായം വിളിച്ച് നോക്കുമായിരുന്നു. ഞങ്ങളെല്ലാവരും, ഞാൻ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ട്രെയിനറും ഉണ്ടായിരുന്നു എൻ്റെ ലൊക്കേഷനിൽ. ഞാനും അങ്ങനെ കൊടുക്കുന്നു, എൻ്റെ അമ്മേ ഇങ്ങനെ എന്തായാലും കണ്ടു വെച്ചേക്കെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് വായം വിളിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മൂവിയിൽ തന്നെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടൻ തിലകൻ സാറിന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്ത ആൾക്കാരും അച്ഛൻ്റെ കൂടെ ആക്ട് ചെയ്ത ആൾക്കാരൊക്കെ അവരുടെ കൊച്ചുമോന്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ജഗദീഷങ്ങൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് പറഞ്ഞ dialogue ഞാൻ ഞങ്ങളെ കണ്ടെങ്കിൽ പുള്ളിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ അതിനുശേഷം ആദ്യം പുള്ളി പറഞ്ഞ കാര്യമാണ്, ഞാൻ തിരഞ്ചനോട് അഭിനയിച്ചു, ഷമ്മിയോട് അഭിനയിച്ചു, ഇപ്പൊ കൊച്ചുമോന്റെ കൂടെ അഭിനയിക്കുന്നു. അപ്പോൾ എന്താണ് അത് ആ ഒരു സംഭവം ആദ്യം കിട്ടിയത് എനിക്കാണ് എന്ന് ഇങ്ങനെ ജഗദീശങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു മനസ്സിന് സന്തോഷം. ജഗദീശന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിലും സ്റ്റാർട്ടിങ് പ്രൊമോഷൻ ടൈമിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ ചെയ്യാത്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്യുന്നത്, ഇത് ഇറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ എങ്ങനെ കാണും എന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്നൊക്കെ. ശരിക്കും അത് ആ ഒരു കറക്റ്റായിരുന്നു ആ സാധനം. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി, ഇത് ജഗദീഷ് ചേട്ടനാണോ? ആ ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീശങ്ങളിലൂടെ ഒരു ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാരണം പുള്ളിയുടെ പല സീനുകൾ ഒരുപാട് 3-4 സീനിലുണ്ട്. പുള്ളിയുടെ ബൈക്കുന്ന സീനിലാണേലും വീട്ടിലുള്ള സീൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് വർക്ക് ചെയ്യാൻ. പുള്ളിയുടെ ആസ് എ ന്യൂ കമർ എനിക്കറിയില്ലല്ലോ, കയ്യിൽ നിന്നിരുന്ന സംഭവങ്ങളെ പറ്റുന്ന എനിക്കറിയില്ലല്ലോ. അപ്പോൾ അത്രയ്ക്കും ആ സമയത്തൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പോൾ എനിക്ക് കയ്യിൽ നിന്ന് എന്തൊക്കെ ഇടാം അങ്ങനെ അറിയില്ല, ബേസിക് ഞാൻ ചെയ്ത് പോവാം. അപ്പോൾ പുള്ളി വരൊന്ന് പറഞ്ഞു തരും, അബി അത് നീ ഇങ്ങനെ ചെയ്യ് എന്നിങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ശരിയാണല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്താൽ രസമായിരിക്കുമല്ലോ. അങ്ങനെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഗൈഡ് ചെയ്ത് തന്നു, അഡ്വൈസ് ചെയ്തു. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ആണെങ്കിലും സിദ്ധിക്കങ്ങളായിട്ടാണെങ്കിലും ഒരു സീനിലേ ഉള്ളൂ. ആ സീനിലും പുള്ളി തന്നെ ചെറിയൊരു ഹെൽപ്പാണെങ്കിലും അത് ആ ഷോട്ടിൽ ഒരു കിടലൊരു സംഭവമാണ് അന്നേരം ഉണ്ടായത്. ആ ഒരു മീറ്റിംഗ് നടക്കും, ടേബിളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അതുപോലെ പുള്ളിയുടെ കൈ ഇങ്ങനെ എടുത്ത് ഒരു ഉമ്മ വെച്ചിട്ട് ടൈറ്റ് ഷോട്ടാണ്. അപ്പൊ എനിക്ക് ഉണ്ണിച്ചേട്ടൻ എൻട്രി, അപ്പൊ എനിക്ക് ഉണ്ണിച്ചേട്ടൻ വരുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഫേസ് പൊങ്ങുമ്പോൾ ഉണ്ണിച്ചേട്ടൻ കയറി വരണം. അപ്പൊ എനിക്ക് ഉണ്ണിച്ചേട്ടൻ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സിദ്ധിക്കങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു, ആ മോനെ ഞാൻ അവർ വരുമ്പോൾ പറയാം. ഞാൻ കിസ് ചെയ്തിട്ട് എണീക്കുമ്പോൾ കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളി ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ഞാൻ കൈയെടുത്ത് ആ ഷോട്ടിൽ ഓക്കെ. അവരുടെ ആ ടൈമിങ്, അവരുടെ എക്സ്പീരിയൻസ് അതിൻ്റെയാണത്. അടിപൊളി ഷോട്ടായിരുന്നു. ഇപ്പൊ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു എന്തിനാ ഇത്രയും ക്രൂരത കാണിച്ചത് എന്തിനാന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ എന്തൊക്കെ റെസ്പോൺസ് വന്നത് ഓർമ്മയിലുണ്ട്? ഒരുപാട് വന്നു. ചീത്ത വിളിക്കാറുണ്ട്, ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്. ഒരുപാട് വെച്ചാൽ സന്തോഷം. ചീത്ത വിളിച്ചിട്ട് കുറെ ലവിന്റെ കൂടെ കിട്ടി തരും, പിന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കുറെ ചീത്ത വിളിക്കുകയും ചെയ്യും, കുറെ കണ്ണിലില്ല ലവിന്റെ കൂടെ സ്മൈലിയൊക്കെ ഇട്ട് അയച്ചു തരും. പിന്നെ കൈ കിട്ടിയായിരുന്നല്ലോ മോന്തൊഴിച്ച് ഭിത്തിയിൽ വരച്ചതിന്. വേറൊരു ഒരു ലേഡി ആണെങ്കിൽ ഒരു ഡോക്ടർ ഡെന്റിസ്റ്റ് എന്താണ് പുള്ളിക്കാരി പറഞ്ഞത്. ഞാൻ എല്ലാ കമന്റ്സും എല്ലാ മെസ്സേജും വായിക്കാറുണ്ട്, ഞാൻ എല്ലാം വായിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരി പറഞ്ഞത്, ഞാൻ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ, ആ സിലിണ്ടർ എടുത്ത് തൻ്റെ തലമുണ്ട അടിച്ചാൽ പൊട്ടിച്ചാൽ അവിടെ ഇല്ലാതായി പോയി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ വരെ കുറച്ചാ പറഞ്ഞു. കൂടുതലും ആണുങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും അങ്ങനെ വേണം അടിച്ചച്ചാറായി കളഞ്ഞ് കുട്ടിയാണ് മുക്കാമണ്ടാക്കാൻ തന്നേനെ. അതാ സിലിണ്ടർ സ്റ്റാർ എന്നൊക്കെ പേര് കേട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ വരുന്ന വഴിക്ക് ഒരു കമന്റ് എന്താണ്, സിലിണ്ടർ അഭിമന്യു, സിലിണ്ടർ അണ്ണൻ എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് ഒരു സിലിണ്ടറിനെ പ്രണയിച്ചു.
എൻജോയ് ചെയ്യുന്നുണ്ടോ കമന്റ്സ് ഇതൊക്കെ? ഒക്കെ വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നല്ല നല്ല കമന്റുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ കാണാറുണ്ട്, മിക്ക റീൽസും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ലൈക്ക് ചെയ്തത് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ലൈക്ക് ബൈ അഭിമന്യു എന്ന് കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഓക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ. ഞാൻ എല്ലാം വായിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. ചിലത്തൊക്കെ ഞാൻ കമന്റ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു പയ്യൻ ഇങ്ങനെ ഫിലിം കണ്ടു കഴിഞ്ഞ് വന്നതിന് മാർക്കോ പടം കണ്ടിട്ട് മാർക്കോ പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഞാൻ ട്രോമറ്റൈസ്ഡ് ആയി വന്ന് വീട്ടിൽ വന്നിങ്ങനെ അഭിഷേകം അങ്ങനത്തെ പയ്യന്റെ പേര്. ഞാനപ്പം താഴെ പോയി കമന്റ് ചെയ്തു, ഒരു സിലിണ്ടർ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ താഴെ കമന്റ് ചെയ്തു. അത് ഒരുപാട് പേര് അന്നാ ഞങ്ങൾ ഇന്ന് മുതൽ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറാ, സിലിണ്ടർ ക്യാൻസൽഡ് എന്നൊക്കെ. സിലിണ്ടർ ഞങ്ങൾ ഇന്ന് മുതൽ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറാന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പം ഇപ്പം തിലകൻ സർ, ഇപ്പൊ ഷെമി തിലകൻ ചേട്ടൻ, ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലോ ഫാമിലിയില്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഫിലിം ഇറങ്ങി അതിനുശേഷം കുറെ ആൾക്കാർ ഈ പറഞ്ഞ, ഞാൻ അങ്ങനെ കമ്പാരിസൺ ഒന്നും കണ്ടില്ല. ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാൽ പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാകുമോ അങ്ങനത്തെ കുറെ സാധനങ്ങളെ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്ത സാധനങ്ങളുണ്ടോ ഇപ്പം ഇങ്ങനത്തെ റിലേറ്റഡ് കമന്റ്സ് ഒക്കെ പോലത്തെ? ഞാൻ കണ്ടു, ഇത് ഞാൻ ഒരുപാട് കണ്ടു. പക്ഷെ ഞാൻ അത്രയൊന്നും ആയിട്ടില്ലെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ഇപ്പോഴും പഠിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് കയറിയതേ ഉള്ളൂ, സ്റ്റെപ്പ് വെച്ചുള്ളൂ. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അവരിൽ നിന്നും മറ്റുള്ള സീനിയർ ആക്ടർമാർ ഉണ്ണിച്ചാൻ എന്നങ്ങനെ ഒരുപാട് ഞാൻ പഠിച്ചു. ഫൈറ്റും അതൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായപ്പോഴൊക്കെ ഉണ്ണിച്ചാൻ എനിക്ക് ഒരുപാട് കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഡബിങ്ങിൽ അച്ഛൻ്റെ അടുത്തുനിന്നോ കൊച്ചച്ഛൻ്റെ അടുത്തുനിന്നോ എന്തെങ്കിലുമൊക്കെ ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു? എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തന്നെയാണ് ബാക്കിയും കൂടെ പോയത്. അതെ, ഇല്ലായിരുന്നേ പറ്റത്തില്ലായിരുന്നേ. പിന്നെ കൊച്ചച്ഛൻ ആ ടൈമിൽ ഇല്ലായിരുന്നു. ഞാൻ അതിന്റെ തിരക്കിലായിരുന്നു. പുള്ളിയുടെ ലൈഫിൽ ബാക്കിയുള്ള ജോലി തിരക്കിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പോയത്. അയ്യോ, ഞാൻ ശരിക്കും പേടിച്ചു വരുന്ന വിഷയമായിരുന്നു. ഞാൻ എന്തായാലും 1-2 പിക്ചേഴ്സ് കാണിച്ചു തരാം. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കുഞ്ഞി സാധനം മെമ്മറീസ് ഷെയർ ചെയ്താൽ മതി. ഇത് ഞാനാണ്. ഭാഗ്യം. ഈ ഒരു മെമ്മറി ഞാനാണ്. കുഞ്ഞു ചേട്ടൻ അച്ഛൻ്റെ ഫ്ലാറ്റ് വെച്ചെടുത്ത പടങ്ങളാണ്. ഇത് എത്ര വയസ്സുണ്ട് അപ്പൊ? കുഞ്ഞാണോ? ഭയങ്കര ചെറുതാ. ഒരു 6 മാസത്തിൽ താഴെയുള്ള 6 മാസമല്ല, എനിക്കൊരു 1 or 2 months ആ ഒരു സമയം. അത്രയും പോലും ഇല്ല. 28-നൊക്കെ മുന്നേ ഉള്ള പടങ്ങളാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ആ ഒരു സമയം എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു കേട്ടിട്ടുള്ള ഓർമ്മയുള്ളൂ. അതേ ഉള്ളൂ. അയ്യോ, അതെന്റെ മമ്മൂട്ടി സാറിനായിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ഫോട്ടോയാണത്. എന്തെങ്കിലും ആ ഫോട്ടോ ഒന്നുകൂടെ റിക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു സാധനമാണ്. പുള്ളിയുടെ തന്നെ ആ പടം അന്നും ഇന്നും എടുക്കണം എന്നുള്ളതിലൊരു ആഗ്രഹമുള്ള ഒരു പടമാണ്. അത് ഫാൻഡം എന്നുള്ളൊരു പടത്തില് സെറ്റാണ്. ഇത് എനിക്ക് തോന്നുന്നു ആരോ ക്രിയേറ്റ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത പിക്കാ. ഒരു ഗിരിശങ്കർ എന്ന് പറയുന്ന ഒരു ഏലിയൻ സ്കിഡ് എന്നുള്ള ഒരു ടാറ്റു ഒക്കെ ചെയ്യുന്ന ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുന്ന പയ്യനാണ്. നന്നായിട്ട് ചെയ്തു തന്നെ അവൻ ചെയ്തു തന്നൊരു ഫോട്ടോയാണത്. പക്ഷെ ഒരു നിമിഷം കാണുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ അവൻ എനിക്ക് വീട്ടിലൊരു ഫ്രെയിം ചെയ്ത് ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അതവിടെ ഇരിപ്പുണ്ട്. എന്റെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഫോട്ടോകളൊന്നാണ് ഇത്. ഓക്കെ, ഞാനൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. എനിക്കൊന്ന് ഫാൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാൻ കണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എന്താ ഇപ്പൊ ഫീൽ? പറ, സന്തോഷല്ലേ? തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇത് പറഞ്ഞ പോലെ എന്താണ്, അതിൻ്റെതായ പേടിയുണ്ട്, മനസ്സിൽ പേടികളുണ്ട്. മെച്ചപ്പെടുത്തണം, കുറച്ചുകൂടെ പഠിക്കണം. അഭിനയം മാത്രമല്ല, ഫൈറ്റ് ആയാലും പലതാണേലും പഠിച്ചു പല ഇതിലോട്ടും കയറണമെന്ന് ആഗ്രഹമുണ്ട്. തിയേറ്ററിൽ എത്തിയ ആൾക്കാരുടെ റെസ്പോൺസ് ഓക്കെ, നമ്മൾക്ക് സെറ്റ് ആണെന്ന് മനസ്സിലായപ്പോ ഒരു സമാധാനം തോന്നിയില്ലേ? കുറച്ചൊക്കെ കുറേയൊക്കെ സമാധാനം തോന്നിയതേ ഉള്ളൂ. കാരണം ഞാൻ ഒരു തിയേറ്ററിലേക്ക് ഇത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ അതിനുശേഷമാണ് ഈ ഗ്യാസ് സിലിണ്ടർ സീൻ കയറി കത്തി കയറിയത്. പക്ഷേ സംഭവം ഭയങ്കര ക്രൂരാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴേക്കും ഭയങ്കര ലൈറ്റ് ആയിട്ട് ആൾക്കാരെ എടുത്തു. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നായിരുന്നു ഫസ്റ്റ് ഈ ഒരു സാധനം ചെയ്യുമ്പോൾ. ഇനി ആൾക്കാർ അതെങ്ങനെ, കാരണം സാധാരണ ഒരു സിനിമകളെന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ അധികം അങ്ങനെ ഉപദ്രവിക്കുന്നത് കാണാറില്ല. ഇതെന്താ റബ്ബർ പന്ത് എറിയണല്ലോ, എറിയാം.
അങ്ങനൊന്നും എനിക്കില്ലായിരുന്നു. ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാം. അതിപ്പോ എന്ത് ചെയ്യാൻ പറഞ്ഞാലും അഭിനയല്ലേ, ക്യാരക്ടർ അല്ലേ. ഡയറക്ടർ ഹനീഫ് സാർ എന്നുള്ള ഏതൊരു ഡയറക്ടർ ആണെങ്കിലും എന്റെ കഥാപാത്രത്തിന് അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. സ്റ്റാർട്ടിങ് തന്നെ വില്ലനായിട്ടാണ് അരങ്ങേറിയത്. അപ്പം ഇനി അങ്ങോട്ട് വില്ലൻ റോൾസിലേക്ക് ആ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ നല്ല വേഷമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മാർക്ക് പോലെ എനിക്ക് ഹനീഫ് സാർ ഉണ്ണിച്ചേട്ടനും ഷെറീഫൊക്കെ തന്ന പോലത്തെ ഇത്രയും നല്ലൊരു വേഷം മറ്റൊരാൾ എനിക്ക് തരുവാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വില്ലനാണേലും ഞാൻ ചെയ്യും. അതേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ പുതിയ സിനിമകൾ? അഭിമന്യുയുടെ പുതിയ സിനിമകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്ട്സ് വന്നിട്ടുണ്ടോ? സംസാരിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ പടം ഇറങ്ങിയതിന് ശേഷവും കുറച്ച് വന്നു. പടം ഇറങ്ങുന്നതിന് മുന്നേ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴും ഒരു 2-3 വന്നിരുന്നു. സംസാരിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും ഒരു പക്ഷേ അവർ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നുണ്ട്. അതിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർ സാധനങ്ങൾ ചെയ്യണം എന്ന് ഇങ്ങനെ പണ്ട് മുതലേ എനിക്ക് തോന്നുന്നു. സിനിമ കണ്ടറിഞ്ഞ് ഓർമ്മ വെച്ച നാൾ മുതൽ സിനിമ ആ ഒരു സാധനങ്ങൾ കണ്ടറിഞ്ഞ് വളർന്ന ഒരാളാണല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഇങ്ങനത്തെ റോൾസ്? ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യണം. അത് ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണ്. ഒരു പോലീസ് കട്ട മീശയൊക്കെ വെച്ച് ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മെയിൻ അതാണ് എൻ്റെ മനസ്സിൽ ഒരു ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ള ഒരു സംഭവം അത് തന്നെയാണ്. പിന്നെ ഉണ്ട് മനസ്സിലൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇപ്പൊ തിലകൻ സാർ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സാറിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ആഗ്രഹം ഫിലിം? ഇല്ല, ഞാൻ അങ്ങനെ അച്ഛനോടോ ഒന്നും അതിനെപ്പറ്റി ഈ സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ സിനിമ കയറ്റണോ ഒന്നും ഞാൻ ഇത് അവരുടെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ തന്നെ എനിക്കൊരു സിനിമ കയറുമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡ് ചെയ്യാനോ അല്ലേ എനിക്ക് വേഷം തരണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ആള് ചോദിക്കുമല്ലോ, അച്ഛനൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അഭിമന്യു നിനക്ക് ഫിലിമിൽ കയറാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. എന്ത് കയറാത്തത്? ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ സെറ്റിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ലൈഫ് ബാക്കിയൊക്കെ നോക്കി അതിന് ശേഷം സിനിമയിലോട്ട് കയറാം എന്നുള്ളൊരു പ്ലാനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ നല്ലൊരു വേഷം വരണം, നല്ലൊരു എൻട്രി വേണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. എല്ലാത്തിലുപരി അത് നല്ലൊരു എൻട്രി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതെനിക്ക് ഹനീഫ് സാറും ഉണ്ണിച്ചേട്ടനും ഷെറീഫൊക്കെയും അതെനിക്ക് തന്നു. മാർക്കോയിലൂടെ എനിക്ക് തോന്നുന്നു. മാർക്കോ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ആദ്യം പോയി കഴിച്ചത് ഇഷ്ടമുള്ള ഫുഡായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ ആ ദിവസം ഞാൻ നല്ല ഉറക്കമായിരുന്നു. കാരണം ഷൂട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 ദിവസം ഫുൾ ഷൂട്ടായിരുന്നു. വീട്ടിൽ പോലും പോയില്ല. 28-ന് ഷൂട്ട് തീർന്നു. 27-ാം തീയതി രാവിലെ ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നു. അത് തീർന്നത് 28-ാം തീയതി രാവിലെ 9:30-ക്കാണ്. അത്രയും നേരം ഉണ്ടായിരുന്നു. അത്രയും നേരം അടുപ്പിച്ച് ആ ഫൈറ്റ് സീൻ ഒറ്റ ഷൂട്ടിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ശരിക്കും കഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒറ്റ ഉറക്കം ഇറങ്ങി. രാത്രി ഞാൻ നേരെ ഉറക്കം എണീറ്റ് നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയി ലോട്ടസ് ബിസ്കോഫിൻ്റെ ചീസ് കേക്കും അതും ഇതൊക്കെ വാരിക്കോരി ഞാൻ കുറേ കഴിച്ചു. എനിക്ക് വളരെ ഇഷ്ടമാണ് ലോട്ടസ് ബിസ്കോഫൊക്കെ. പിന്നെ അല്ലാതെ എൻ്റെ ഫ്രൈഡ് റൈസും അതൊക്കെ കിട്ടുന്നൊക്കെ വാരി കഴിച്ചു. ആ ഒരു ആഴ്ച ഫുൾ ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയ കണക്ക് ഒരു മോചനം കിട്ടിയ പോലെ ഞാൻ വാരിക്കോരി കഴിക്കുമായിരുന്നല്ല. അതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തത്. കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം, അതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തത്. കാരണം ആ ദിവസം ഈ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് 1.5 ദിവസം ഞാൻ വാട്ടർ കട്ടായിരുന്നു, വെള്ളം കുടിച്ചു. ആ ദിവസങ്ങളിൽ ഞാൻ ഉണക്കമുന്തിരി, ഓറഞ്ച്, ഫിഗ് ഇത് 3 ഞാൻ കഴിച്ചു നിന്നിരുന്നത്. വേറെ വെള്ളം പോലും കുടിക്കാതെ വെള്ളം കുടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അത് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു, വാട്ടർ കട്ടിന്റെ റിസൾട്ട് ഇട്ടതല്ലേ? എങ്ങനെ വെള്ളം കുടിക്കാതെ ഇരിക്കാൻ പറ്റുന്നത്? അത് ആ ഒരു ഷേപ്പ് എടുത്തറിയാനുണ്ട്. ഡീഹൈഡ്രേഷൻ ചെയ്യാൻ പാടില്ല. എന്നാലും ആ ഒരു ക്യാമറയില് ലാസ്റ്റ് സീൻ ഷട്ടൂരി ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിലൊക്കെ വന്നത്. പക്ഷെ ചെയ്തില്ല. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാനത് ആ ഒരു ഇതിനു വേണ്ടി ഞാൻ എൻ്റെ രീതിയിൽ പ്രിപ്പയർ ചെയ്തിരുന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ല അത് ചെയ്തില്ല. ഇതില് ആക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ഈ മറ്റേ ഇഷയുടെ ക്യാരക്ടറിനെ രക്ഷിക്കാൻ വേണ്ടി ആ ബിൽഡിങ്ങിൽ കയറുമ്പോൾ ആ സ്റ്റെപ്പിൽ അങ്ങ് താഴെന്ന് അറ്റം വരെ എത്തുന്ന അതാ ക്യാമറ പോകുന്ന ആംഗിളും ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഫൈറ്റ് സീക്വൻസും നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം അത്രയും നല്ല ഫൈറ്റ് സീക്വൻസിന്റെ ഒക്കെ ഒരു പാർട്ടാവുമ്പോൾ? ഭയങ്കര കലാമാസ്റ്ററുകളോടൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അല്ലെ പിന്നെ അതുപോലെ ഉണ്ണിച്ചേട്ടനൊക്കെ ആ ചെയ്തേക്കുന്നുണ്ടല്ലേ, അത് ഭയങ്കര രസം. ഞാൻ ആ സീൻ കണ്ടിട്ടില്ല. ഞാനത് ഡബ് ചെയ്തപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ ഡബ് ചെയ്യുന്നിടത്ത് ഞാൻ വെളിയിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സീൻ കണ്ട് ഞാൻ വായം വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം പുള്ളി ആ ഒറ്റ ഷോട്ടിലെടുത്തേക്കുന്നതല്ലേ, അപ്പോൾ ആ കയറുന്നിടം മുതൽ മേളി വരെ ആ ഡബ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത് ഉണ്ണിച്ചേട്ടൻ. അതേപോലെ തന്നെ ഡബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇരിപ്പുണ്ട്.
ഡബ് ചെയ്യുന്നതും അതൊക്കെ അതേപോലെ തന്നെ സൗണ്ട് കൊടുത്ത് ഉള്ളി ഈ ഡബിങ് തീർന്നതും മേളിലെത്തുന്നതും കഴിയുന്നത് എന്ന് പറഞ്ഞ് പുള്ളി നേരെ ആ ഡബിങ് സ്റ്റുഡിയോക്കകത്തുള്ള സോഫയിൽ വന്ന് ഇങ്ങനെ വീഴുമായിരുന്നു. എൻ്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ അത് ഞാൻ പയ്യെ ഇൻസ്റ്റാഗ്രാം ഇറക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് BGMs. നിങ്ങൾ കാരണം പട്ടിക്കുട്ടിക്ക് ഒരു BGM, കാറുകൾക്ക് ഒരു BGM, നിങ്ങൾ ഓരോരുത്തർ കാണിക്കുമ്പോൾ ഓരോ BGM എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കാനും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പാട്ടുകളാണെങ്കിലും ഇപ്പോഴും അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് സ്ലോ മോഷനിൽ നടക്കാൻ തോന്നും. അങ്ങനത്തെ കുറേ BGMs ഒക്കെ ഉണ്ടായിരുന്നു. അതും നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമായിരുന്നു മാർക്കോയിൽ നോക്കുമ്പോഴേക്കും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം മുത്തച്ഛൻ, അച്ചച്ചൻ നല്ല വിളിക്കാം, തിലകൻ സാറിനെ. സാറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ബെസ്റ്റ് മെമ്മറി അല്ലെങ്കിൽ സാറിന്റെ കണ്ട സിനിമകളിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവി? എനിക്ക് ഗോഡ് ഫാദർ തന്നെയാണ്. ഈ മാർക്കോയില് ഗോഡ് ഫാദറിൽ എൻ്റെ അച്ഛൻ ആ ഒരു ഗേറ്റ് ചവിട്ടി തുറന്നു വരുന്നില്ലേ, അതൊക്കെ ഞാൻ ഇതിനകത്ത് മാർക്കോയിൽ കയറ്റിയിട്ടുള്ള കുറെ സംഭവങ്ങൾ ഞാൻ അച്ഛനെ മാത്രമല്ല പല ആക്ടേഴ്സിന്റെ പലവരുടെയും അഭിനയവും അവരുടെ ആ ലുക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിലൊന്ന് അച്ഛൻ്റെ ഇത് തന്നെയാണ്. ആ ഗേറ്റ് തുറന്ന് കടന്നു വന്നിട്ട് നീ എൻ്റെ അനുജന്മാരെ തമ്മിൽ തല്ലിക്കുമല്ലേ എന്ന് പറഞ്ഞ് കയറി വരുന്ന ആ പോർഷനൊക്കെ അതിനകത്ത് ഐ മീൻ ഡയലോഗല്ല, ആ ഒരു മോഡുലേഷനും ആ ഉണ്ണിച്ചേട്ടൻ്റെ ഒരു പോർഷനിൽ കൈ കെട്ടിയിട്ട് തകർത്തില്ലേ, അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ എടുത്ത്. ഓക്കെ, ഇപ്പോ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം കുറെ ഫാൻസ് കൂടിയിട്ടുണ്ട്. ആദ്യം ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, അപ്പം നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, പിന്നെ പബ്ലിക് ആക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോളോ ആവല്ലോ. കുറെ ഫാൻസ് ഫോളോവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതിൽ കൂടുതലും ലേഡീസ് ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, സിംഗിൾ, കമ്മിറ്റഡ്? കോംപ്ലിക്കേറ്റഡ് ആണ്. അയ്യോടോ, മാരീഡ് അല്ലല്ലോ? മാരീഡ് അല്ല, അപ്പൊ കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, എല്ലാം സെറ്റ് ആവട്ടെ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലൊക്കെ. നമ്മൾ വിചാരിച്ചു ഇനിയും ലേറ്റ് ആവുന്നു, പക്ഷെ ഇല്ല. അപ്പോൾ മാർക്കോ ഒരു 1 ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റസലിന്റെ ക്യാരക്ടർ ആണെങ്കിലും ആൾക്കാർ ഒരുപാട് ഏറ്റെടുത്തു. ഇത്രയും ക്രൂര വില്ലനെ ആദ്യമായിട്ടാണ് ഇത്രയും ദുഷ്ടതരം ചെയ്യുന്ന ഒരാളെ ആൾക്കാർ ഇത്രയും സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നത് ഞാൻ കാണുന്നത്, അല്ലേ? അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും സിനിമ വലിയ വിജയം നേടട്ടെ, ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ, ഇനിയും ഫിലിം പ്രൊമോഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്താണ് പ്രേക്ഷകരോട് ഈ ഒരു ടൈമിൽ പറയാനുള്ളത്? പറയാനുള്ളൊരു കാര്യം, എൻ്റെ അച്ഛനെയും എൻ്റെ അപ്പൂപ്പനെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അടുത്ത പടങ്ങളിൽ ഞാൻ ഇതിനകത്തുണ്ടായ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് ഇനിയും അടുത്ത പടങ്ങൾ വരും, അതിലും എന്നെ സപ്പോർട്ട് ഈ അവർക്ക് കൊടുത്ത അതേ സ്നേഹം എനിക്ക് ഈ പടത്തിൽ തന്നത് അതേ സ്നേഹം തന്നെ എനിക്ക് ഇനി അടുത്ത പടത്തിൽ എനിക്ക് തരണം. തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണം. നന്ദി. ഓക്കെ, താങ്ക് യു.